ഹലോ, നമസ്കാരം. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ 26/2/25 കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് മീരയും കൂടെ ആൻ്റണിയുടെ അടുത്തേക്ക് അവരുടെ ഫൈനാൻസിലേക്ക് വരികയാണ്. പിന്നെ കട എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാർത്തി ഉണ്ട് അവിടെ, സച്ചിയുടെ രേവതിയുടെ അനിയൻ. അപ്പോൾ സച്ചിയുടെ ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ട്. അയാളും വന്ന് സംസാരിക്കുക. അപ്പോൾ നീ എന്താണ് അവിടെ എന്ന് ചോദിക്കുകയാണ് പിന്നെ കാർത്തിയോട് പോയിട്ട്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ പറയും, നീ കോളേജ് പഠിക്കുന്ന പയ്യനല്ലേ, നീ എന്തിനാ അവിടെ വന്നിരിക്കും, നീ എന്തിനാ മുന്നേറ്റ് കൂട്ടുകൂടുന്ന ചോദിക്കും. അപ്പോൾ ആൻ്റണിക്ക് എന്താ എന്നേറ്റ് കൂട്ടുകൂടാൻ പറ്റില്ല കോളേജിൽ പഠിക്കുന്ന പയ്യന്മാർക്കെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആൻ്റണിയോട് പറയും, ഞാൻ എൻ്റെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഞാൻ പൈസ എത്തിക്കാം എന്ന് പറയും. അപ്പോൾ പറയും, നീ ഒരാഴ്ചൻ്റെ ഉള്ളിൽ പലിശയും മുതലും കൂടെ എത്തിക്കണം എന്നൊക്കെ പറയും. ഞാൻ എത്തിക്കാം എന്ന് പറയും. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമേ എന്നറിയും ആൻ്റണി. അപ്പോൾ കാർത്തി പറയുക, അദ്ദേഹം എത്തിച്ചോളും ആൻ്റണി ചേട്ടാ എന്ന് പറയും. ശരി, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്ന് പറയാണ്. അപ്പോൾ എന്നാൽ ശരി പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ കാർത്തിനോട് പറഞ്ഞാൽ പോവാടാന്ന് പറഞ്ഞിട്ട് അയാൾ പോകട്ടോ. അപ്പോൾ പറയും, അയാളെങ്ങനെ അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അത് സച്ചിയേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. പക്ഷെ ഒന്നുണ്ട്, ഞാൻ അവൻ പൈസ തന്നില്ലെങ്കിൽ അവൻ്റെ കാറ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറയും. അപ്പോൾ അത് എന്താ വെച്ചാൽ ആൻ്റണി ചേട്ടൻ ചെയ്തോ എന്ന് അറിയുകയാണേ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് പിന്നെ ആരാ, ശ്രുതിയുടെ ഫ്രണ്ടും കൂടെ. അപ്പോൾ അവർ വരുമ്പോഴേക്കും കാർത്തി പറയും, അത് ഞാനറിയും, എൻ്റെ രേവതി ചേച്ചിയുടെ സച്ചേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്, ഞാൻ ഇവിടെ നിന്നാൽ ശരിയല്ല ഉണ്ടാവും മാറുകയാണ് കേട്ടോ. ആ ശരി പറയും ആൻ്റണി. അപ്പോൾ നിങ്ങൾ വാ എന്നറിയും ഇവരെ കാണുമ്പോൾ. ഇരിക്കുക, എന്താ രണ്ടാളും കൂടെ എന്ന് നോക്കുമ്പോൾ അടുത്തൊഴിക്കും മീൻ അറിയും, ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങാൻ വന്നത് അറിയും. മീൻ വാങ്ങാൻ ഇവിടെ വയ്ക്കും, അല്ലാണ്ട് പിന്നെ ഫൈനാൻസിൽ വന്നിട്ട് പൈസ കടം ചോദിക്കുമ്പോൾ വരുമ്പോൾ എന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന് ആരെങ്കിലും ചോദിക്കുമോ പറയുമ്പോൾ ഓ എന്നറിയും. അപ്പോൾ പറയും, കുറേ പൈസ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ എന്നറിയും. ഞാൻ പലിശ തെറ്റാണ്ട് അടയ്ക്കണില്ലേ എന്നറിയും ശ്രുതി. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും, ഇവർക്ക് എന്തിനാ എത്രയും കാശ് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഞാൻ പലിശ അധികം വൈകാതെ മുതൽ തരാം എന്ന് പറയും. അപ്പോൾ നിങ്ങളെനിക്ക് പിന്നെ കറക്റ്റായിട്ട് പലിശ തരുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അറിയാം. ശരി, ഇപ്പോൾ എത്രയാണ് വേണ്ട ചോദിക്കും. അപ്പോൾ പറയും, 1,00,000 വേണമെന്ന് പറയും. 1,00,000 ചോദിക്കും. അപ്പോൾ ഇവനപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇതെന്താ ഇപ്പോൾ ഇത് കഥാന്നേ. അപ്പോൾ അതെ, അത്യാവശ്യമായിട്ടാണ് അറിയും. അതിനെന്താ തരാമല്ലോ അറിയും. അപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കൊടുത്തിട്ടുമ്പോൾ ഒന്നുമില്ല, ഞാനൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട് അറിയും, ഞാൻ ഒപ്പിട്ട ചെക്ക് ഉണ്ട്, അത് തരാം അറിയും. അങ്ങനെ ആ ചെക്ക് വാങ്ങിയിട്ട് പിന്നെ കുറേ കടലാസിൽ ഒപ്പിടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ പറയും, എത്ര വേണമെങ്കിലും തരാം എന്നറിയും ആൻ്റണി. അപ്പോൾ പൈസ എത്ര വേണമെങ്കിലും തരാട്ടെ, എപ്പോൾ വേണമെങ്കിലും വന്നോളൂ എന്നറിയും. അപ്പോൾ മീര അറിയും, അപ്പോൾ ഞങ്ങളൊരു ചെക്ക് ബുക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരുമല്ലോ എന്നങ്ങനെ പറയും. അപ്പോഴും ഇയാളിങ്ങനെ നോക്കുകയാണ് ഇവിടെ കേട്ടോ. അങ്ങനെ വേണ്ട, ഇത് മതി പറയും. അങ്ങനെ 1,00,000 വാങ്ങിയിട്ട് ഇവർ പോവുകയാണ്. അപ്പോൾ പിന്നെ കാർത്തി തിരിച്ച് വന്നിട്ട് ചോദിക്കുക, ഇവർക്ക് എന്തിനാ ഇത്രയും കാശ്, ഇവരുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നൊക്കെയല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാ അവർക്ക് ഇത്രയും പൈസ അവർ കടം വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കണേ. അറിയില്ല, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവുമായിരിക്കാം, പൈസ ഇപ്പോൾ എപ്പോഴും അവിടെ നിന്ന് എത്തിക്കൊള്ളണം എന്നില്ലല്ലോ എന്ന് പറയും. ശരി, അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരു സംശയത്തോടു കൂടി പറയുകയാണ് കേട്ടോ. പിന്നെ അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയും, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, പിന്നെ നിൻ്റെ ചേച്ചി എൻ്റെ കൂടെ നടക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും നീ കേൾക്കാതെ എൻ്റെ കൂടെ നടന്നില്ലേ എന്നിങ്ങനെ പറയണം ആൻ്റണി. എന്താ അപ്പോൾ പറയും, ഞാൻ ആൻ്റണി ചേട്ടൻ എനിക്ക് അത്രയും സഹായം ചെയ്തു തന്നിട്ട് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ ആൻ്റണി ചേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയും. നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കാർത്തി അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരം. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഇവിടെ രേവതിയുടെ വീട്ടിൽ രേവതിയുടെ അനിയത്തി അമ്മച്ചി ഇത്രയും അമ്മോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകരുത്, എന്തിനാ അമ്മ അങ്ങോട്ട് പോയത്, അവരുടെ സ്വഭാവം അറിയുന്നല്ലേ, ഇപ്പോൾ പോയി നാണം കെട്ട് വന്നിരിക്കുന്നു, തട്ടം കൊണ്ട് പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അത് അങ്ങനെയല്ല മോളെ, നമ്മൾ ഒന്നെങ്കിലും കൊണ്ട് കൊടുക്കേണ്ടതാണ് ശരിക്ക്, അത് നമ്മളുടെ പിന്നെ ഈ ഒരു ചടങ്ങാണ് അറിയുക. എന്ത് ചടങ്ങ്, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കാനാണോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും നമ്മളെ രേവതിയും വരും. ഇപ്പോൾ രേവതിനെ കാണുമ്പോൾ അവർ പെട്ടെന്ന് ചെല്ലുകയാണ്. അപ്പോൾ പറയും, മോളെ എന്താ മോളെ വന്ന്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയ്ക്കുമ്പോൾ അമ്മ അങ്ങോട്ട് വന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, അവർക്ക് എത്ര കൊടുത്താലും എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സ്ത്രീയാണ് ഒരു സച്ചിയേട്ടൻ്റെ അമ്മ. പിന്നെ വർഷയുടെ അമ്മയും കൂടി വന്നപ്പോൾ അവരെ മുന്നിലിട്ടിട്ടല്ല അമ്മയെ നാണം കെടുത്തിയത്, എനിക്ക് നല്ല സങ്കടം ഉണ്ട് അമ്മ, കഴിയുന്നതും അമ്മ എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു, എന്നാലും ഇത് പിന്നെ ഇത്രയും ഇതാവില്ലായിരുന്നു എന്നൊക്കെ അവളിങ്ങനെ സങ്കടം പറയുകയാണ്. അപ്പോൾ പറയാം, അവർ ചന്ദ്ര എന്തോ ആയിക്കോട്ടെ, പക്ഷേ രവിയേട്ടൻ നന്നായിട്ടല്ലേ പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പോൾ പറയുക, എന്തായാലും ഇനി അമ്മ അങ്ങോട്ട് വരരുത് കേട്ടോ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും വരരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല, അമ്മയെ മറ്റുള്ളവരുടെ മുന്നിലിട്ടിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ, ഒരു മക്കൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അവരാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണേനും, അവർക്ക് പണവും സ്വർണവും അതിനോടൊക്കെയാണ് അവർക്ക് ഭയങ്കര താല്പര്യം, അത് കൊടുക്കുന്നവരോടാണ് അവർക്ക് പ്രിയം. അങ്ങനെ മറ്റുള്ളവരെ കാണുമ്പോൾ അവരിങ്ങനെ പുച്ഛിച്ച് തള്ളുള്ളൂ ചെയ്യാന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ പറയണം. അപ്പോഴേക്കും കാർത്തി അങ്ങോട്ട് വരും. ചേച്ചി എന്ന് പറയും. അപ്പോൾ നീ എന്താ എത്ര നേരം എവിടെയായിരുന്നു എന്ന് പറയും. അപ്പോൾ അവൻ പറയും, ഞാനൊരു കമ്പനിയിൽ പാർട്ട് ടൈം ജോലി ചെയ്യാണ്
ആണല്ലോ, ചെയ്യല്ലേ എന്ന് പറയും. അപ്പോൾ പറയും ഏത് കമ്പനിയിലെ നോക്കും, അതുണ്ട് അറിയാം. അപ്പോൾ ആൻ്റണി തന്നെയാണോ, ആൻ്റണിയുടെ കൂടെയാണോ നീ ഇപ്പോഴും നടക്കണത് കഴിയുമ്പോൾ മിണ്ടുന്നില്ല അയാൾ. അപ്പോൾ എന്താണ് അമ്മ പിന്നെ തട്ടം കൊണ്ടുപോകണ കാര്യം എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൽ സ്വർണ്ണവും പണവും വെച്ചൊക്കെ ഞാൻ തന്നിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് എന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും സ്വർണ്ണവും പണം വെക്കുക നിൻ്റെ അടുത്ത് എവിടുന്ന കാശ് നോക്കി രേവതി. അത് പിന്നെ എന്നറിയാം. അപ്പോൾ ഞാൻ ഒരു ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ജോലിക്ക് പോകുന്നതിന് അത്രയ്ക്കും പൈസ നിനക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ അത്ര പൈസ നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് മാത്രം ശമ്പളം നിനക്ക് അവിടെ നിന്ന് കിട്ടണം, നീ എന്തിനാണ് പോകുന്നത് നോക്കുമ്പോൾ ഒരു ഫിനാൻസ് കമ്പനിയിലാണ്. അപ്പോൾ ആൻ്റണിയുടെ ആണോ നോക്കി എടുത്ത വഴിക്ക് രേവതി. അപ്പോൾ നിന്നോട് പറഞ്ഞിട്ടില്ല അയാളുടെ കൂടെ കൂട്ടുകൂടരുത്, പിന്നെ എന്തിനാ പിന്നെ അവളുടെ കൂടെ പോകണത് നോക്കിയാൽ രേവതിയുടെ അനിയത്തി. അങ്ങനെ അങ്ങോട്ട് അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി ചേച്ചി ഇവിടെ നിന്ന് വരൂ എന്നറിയാം അവൻ. അപ്പോൾ എന്തിനാറ് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിട്ട് ഇവൻ പണ്ട് പണയം വയ്ക്കാൻ വാങ്ങിയൊരു വള അത് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറയും നീ ഇത് പണയം വെച്ചില്ലേ എന്ന് ചോദിക്കും. പണയം വെക്കുകയും ചെയ്തു തിരിച്ചെടുക്കുകയും ചെയ്തു അറിയാം. അതിന് നിനക്ക് എവിടുന്ന പൈസ? അപ്പോൾ പറയും ജോലി ചെയ്തിട്ട്. അപ്പോൾ ഇത്രയ്ക്ക് ശമ്പളം നിനക്ക് കിട്ടുന്നുണ്ടോ? പറയും വേണ്ട മോനെ, ഇത് നിനക്ക് നല്ലതിനല്ല, നിന്നോട് ഞാൻ പലവട്ടം ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഈ പോക്ക് നിനക്ക് ശരിയല്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുക ഒരു കുഴപ്പമില്ല, ഞാൻ അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്ല, അല്ലാണ്ട് വേറെ വഴിക്കൊന്നും ഉണ്ടാക്കുന്നതല്ല ഞാൻ ഈ പൈസ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് ചേച്ചി എന്നൊക്കെ പറയും. എന്തോ എനിക്കത് വിശ്വാസമല്ല, എനിക്ക് ഈ വള വേണ്ടാന്ന് പറയും. അപ്പോൾ ചേച്ചി വാങ്ങ് ചേച്ചി എന്നൊക്കെ പറയും. അപ്പോൾ വേണ്ട, ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞോളാം, സച്ചിയേട്ടൻ എനിക്കത് വാങ്ങിച്ച് തരും, പിന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ പണം കൊണ്ട് നിനക്ക് വരുമ്പോൾ നീ അപ്പോൾ ഈ വള എനിക്ക് തന്നാൽ മതി, അല്ലാണ്ട് എനിക്ക് ഈ വള വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി പോരുകയാണ്. അപ്പോൾ അപ്പോൾ അവനിങ്ങനെ വിഷമത്തോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ കാർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ബീരാനാണ്. ബീരാൻ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചൊരു വേറെ എന്തോ, എനിക്ക് ആ ക്യാരക്ടർ തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എങ്കിലും സീരിയലല്ലേ. അപ്പോൾ ബീര അങ്ങനെ കത്തി മുറിച്ച് കൂട്ടിയോണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇറച്ചി വാങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളോട് ഇങ്ങനെ ഓരോന്ന് പറയും, ഞാൻ ഈ ഷൂട്ടിങ്ങിന് പോകും, ഇവിടുന്ന് പോകും, ഞാൻ ഇവിടെ നിന്ന് നിൽക്കില്ല, ജോഷി സാറിൻ്റെ പടമാണ് അതിന് പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മറ്റേ ആ പെണ്ണും മീരയും ശ്രുതിയും കൂടിയിട്ട് ആ 1,00,000 വാങ്ങിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല അറിയാം. അപ്പോൾ നീ അപ്പോൾ ഈ കടയൊക്കെ പൂട്ടി ഇവിടുന്ന് പൂവ് വയ്ക്കുമ്പോൾ കടയൊന്നും ഞാൻ പൂട്ടി പോവില്ല, ഞാൻ ഇപ്പോൾ സിനിമ സ്റ്റാർ ആയാലും ഞാൻ എൻ്റെ ജോലി കഴിയാൻ ഇവിടെ വരും എന്നൊക്കെ പറയും. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വരുമായിരിക്കും. അപ്പോൾ ബീരാൻക എന്നൊക്കെ മീര. അപ്പോൾ മീര എന്ന് പറഞ്ഞിട്ട് വേഗം വരും കേട്ടോ. അത് വരുന്നതോ ഡാൻസ് ചെയ്തും അങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെയാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ പറയാം മീര എന്തൊക്കെയുണ്ട് വർത്തമാനം, എന്തായി എന്നൊക്കെ പറയും. ബീരാക്കിനിക്കോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിൻ്റെ പ്രസിദ്ധമൊന്നും ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണ് ബീരാനിക്കത് എല്ലാവരോടും ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അയ്യോ കുഴപ്പമായോ എന്ന് ചോദിക്കും. കുഴപ്പമായി, അങ്ങനെ ആരോടും പറയണ്ട, ഇപ്പോൾ തന്നെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക നോക്കും. ഇല്ല ഇനി ഞാൻ ആരോടും പറയില്ല പറയും. പറയരുത് അറിയും. അങ്ങനെ ഇവന് 2 കവറെടുത്തിട്ട് ഇവള് എന്താ പറയുക ശ്രുതി കൊടുക്കുകയാണ് കയ്യിൽ. ഇതും എന്താ പറയുക ഇതെന്താ വയ്ക്കും, ഇത് ഡ്രസ്സുകളാണ്, എനിക്കുള്ള കോസ്റ്റ്യൂമാണ് വയ്ക്കുമ്പോൾ. അല്ല, ഇത് എൻ്റെ വീട്ടിലേക്ക് അമ്മാവനായിട്ട് വരണമല്ലോ സുന്ദർദാസ്, അയാളായിട്ട് അങ്ങോട്ട് വരണമല്ലോ, അപ്പോൾ ഈ ഡ്രസ്സ് സച്ചിക്കും എനിക്കും തരണം എന്ന് പറയും. പിന്നെ ഒരു ബോക്സ് കൊടുക്കും. ഇതൊരു കൈ ചെയിനാണ്, ഇത് സച്ചിയുടെ കയ്യിൽ സുധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും വേണം എന്ന് പറയുകയാണ്. സച്ചിയല്ല, സോറി സുധിയാണേ, തെറ്റിദ്ധരിക്കരുത്, സുധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും വേണം എന്ന് പറയും. അപ്പോൾ പറയും ശരി അറിയും. അപ്പോൾ മലേഷ്യയിൽ നിന്ന് വരുന്ന ഇളയച്ചനാണ്, അതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കും, സുധിയുടെ ഫോട്ടോ അവൾ കാണിച്ചു കൊടുക്കും, ഇതാണ് സുധി പറഞ്ഞിട്ട്. പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ സതി, ഞാൻ മറക്കില്ല എന്ന് പറയും. സതിയല്ല സുധി എന്ന് പറയും. ശരിയാണ്. പിന്നെ ഇളയച്ചൻ്റെ പേര് സുന്ദർദാസ്, അപ്പോൾ ബീരാൻ ദാസ് എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ കേട്ടോ. അപ്പോൾ ഇവർ അങ്ങനെ തിരുത്തി കൊടുക്കുന്നുണ്ട്, കൊളാക്കരുത്, ഇത് ഒരു പിന്നെ ടെസ്റ്റ് അഭിനയം കൂടെയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവസാനം അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെ അഭിനയിച്ചാൽ മതി എന്നിട്ട് അയാളുടെ ഒരു രീതിയിൽ കോഴി വേണോ ആട് വേണോ എങ്ങനെ മുറിക്കണം കറക്കി മുറിക്കണം, അപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ട, സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി, ഇങ്ങനത്തെ കാര്യങ്ങളെ അവിടെ പറയരുത്. അപ്പോൾ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ സാധാരണ പറയും പോലെയൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു സുന്ദർദാസാണ് ഇളയച്ചൻ്റെ പേര്, മലേഷ്യയിൽ നിന്ന് വരികയാണ്. അതേപോലെ സുധിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്, സുധിയുടെ ഫോട്ടോ ആണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കാണിച്ചൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ കുറേ പൈസയും കൊടുക്കും, ഇത് നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസയും കൊടുക്കും കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ പിന്നെ ഒരു കാര്യം കുടിക്കുമോ ചോദിക്കും, മദ്യപിക്കുമോ ചോദിക്കും. അപ്പോൾ പറയും അതിപ്പോൾ 3-4 നേരം 5 പെഗ് വെച്ചിട്ട് അല്ല 3 പെഗ് വെച്ച് 5 നേരം കുടിക്കുമെന്ന് പറയും. അപ്പോൾ പറയും കുടിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ കുടിക്കരുത്, കാരണം
സുധിയുടെ 2 അനിയന്മാരുണ്ട്. അതിലത്തെ ഒരാളുണ്ട് സച്ചിൻ. അവൻ ബഹുകുടിയനാണ്, മുഴുകുടിയനാണ്. അതുകൊണ്ട് കുടിക്കരുത് പറയും. എന്നാൽ കുടിക്കുന്നില്ല, പ്രശ്നമാണെങ്കിൽ കുടിക്കില്ല എന്നൊക്കെ പറയും. ശരി, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാ വാക്കും ഒക്കെ ചട്ടം കെട്ടി ഇയാൾക്ക് പൈസയും കൊടുത്ത് വേണ്ട പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ട് അവർ പോരുകയാണ്. കൊളാക്കരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ അയാൾ അങ്ങനെ പോവുക. പിന്നെ ഒന്നുണ്ട്, സുധിയുടെ അച്ഛമ്മയുടെ വീട്ടിലേക്കാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. ഞങ്ങൾ പൊങ്കലായിട്ട് അങ്ങോട്ട് പോകണം, അങ്ങോട്ടാണ് വരേണ്ടത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരിയെന്ന് പറയും. അപ്പോൾ വഴിയും കാര്യങ്ങളപ്പോൾ ഞാൻ മാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വാട്സപ്പിലേക്ക് വിട്ടുതരാം എന്നൊക്കെ പറയുകയാണ് ശ്രുതി. എല്ലാം പറഞ്ഞൊക്കെ സെറ്റാക്കിയിട്ട് അവർ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇയാൾ ഈ കവറും കാര്യങ്ങളും ഈ കയ്യിൽ കെട്ടുള്ള കൈ ചെയിനൊക്കെ ഇട്ട് അങ്ങനെ കടയ്ക്കും കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിന്നെ സുധി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാണാനല്ല, ശ്രുതിയെ കാണാനല്ല. ശ്രുതി എങ്ങോട്ടാ പോയെന്നറിയില്ല. അപ്പോൾ ശ്രുതിനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ പറയുക, എന്താ മോനെ എന്ന് വെച്ചിട്ട് ചന്ദ്ര അറിയാം, അമ്മ ഈ ശ്രുതിയെ കാണുന്നില്ല, കുറേ നേരമായി ഞാൻ വിളിക്കുന്നു, ശ്രുതി ഫോൺ എടുക്കുന്നില്ല. എന്നിട്ടിപ്പോൾ ഞാൻ ഇവിടേക്ക് വിളിച്ചിരുന്നു, എന്താണ് അവളുടെ പാർലർക്ക് വിളിച്ചിരുന്നു, പക്ഷെ അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് ഇങ്ങോട്ടാ പോയി, അവളെന്താ ഫോൺ എടുക്കാത്തത്, നിങ്ങൾ തമ്മിൽ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അവരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അമ്മേ, അവളെ കാണാഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ് എന്ന് പറയും. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അത് ശ്രുതി വന്നല്ലോ എന്നറിയും. അപ്പോൾ നീ എവിടെയായിരുന്നു, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കും ശ്രുതി. അപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, ഞാൻ പാർലറിലേക്കും വിളിച്ചു പറയും. അപ്പോൾ എന്തിനാ ശ്രുതി പാർലറിലേക്ക് വിളിക്കുന്നത്, കാര്യമില്ലാതെ, അത് ശരിയല്ല. കാരണം ഇടയ്ക്ക് എന്നെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പാർലറിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക എന്ന് പറയും. അത് ശരിയാണല്ലോ എന്നറിയും. അപ്പോൾ പറയും, മോളെ നീ അച്ഛനെ വിളിച്ചോ എന്ന് ചോദിക്കും. അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല ആൻറ്റി, അച്ഛനല്ല, അച്ഛനിപ്പോൾ ഒന്നും വരാനും പറ്റില്ല, 3-4 മാസം കഴിയും, പക്ഷേ ഇളയച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയും. ആണോ, ഇളയച്ചൻ വരുമോ, ഇളയച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇളയച്ചൻ വരും, ഇളയച്ചന് പിന്നെ എന്താണ് പിന്നെ നമ്മളെല്ലാവരും കാണണമെന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഇളയച്ചൻ വരികയാണെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറയണേ. അപ്പോൾ ശരി എന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷം. അപ്പോൾ എങ്ങനെ വരുന്നത് വയ്ക്കുമ്പോൾ, അപ്പോൾ മോനെ നീ എയർപോർട്ടിൽ പോയിട്ട് ഇളയച്ചനെ കൂട്ടിയും കൊണ്ട് വരേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ള അയ്യോ പെടുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എന്താ നീ ചെയ്യുക, അതിന് വേറൊരു ഇനിയിപ്പോൾ പുതിയ നുണ കണ്ടുപിടിക്കണം. കാരണം ഇപ്പോൾ 1 ലക്ഷം വാങ്ങി ഏതാണ്ടൊക്കെ ഒപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ പുതിയ നുണകൾ ഇവൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോരോ ഇതായിട്ട് ആണ് ഇന്നത്തെ ചമ്മന്നീർ പൂവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, കാണാൻ രസമുണ്ട്. കള്ളങ്ങളിൽ നിന്നും കള്ളങ്ങളിലേക്ക് പോവാണ് നമ്മുടെ ശ്രുതിയും, രണ്ടാളും കണക്ക് തന്നെയാണ് ശ്രുതിയും. അപ്പോൾ എന്തായാലും ഈ ആഴ്ച ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമുണ്ട്. അപ്പോൾ ഈ ആഴ്ച അവരെല്ലാവരും കൂടെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുമെന്നാണ് തോന്നുന്നത്, കാണാം. അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ ചാനലും കാണുക. താങ്ക് യു.